ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാഴ്ചവട്ടം. ഞാൻ ശരത്ത്, തൃശ്ശൂർ. കാഴ്ചവട്ടം എന്ന എൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ ആനചാടിക്കുത്ത് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് എത്ര കൊല്ലാലും മതി വരാത്ത സ്ഥലമാണ്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ഇടുക്കി ജില്ലയിൽ എപ്പോഴും മൂന്നാർ, മീശപ്പുലിമല, നീലക്കുറിഞ്ഞി പൂക്കുന്ന മലകൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളാണ് നമ്മൾ സ്ഥിരം പോകുന്നത്. പക്ഷെ അത് അധികം ആർക്കും അറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട്. അങ്ങനെയുള്ള ഒരു അതിമനോഹരമായ സ്ഥലമാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ആനചാടിക്കുത്ത്, അല്ലെങ്കിൽ ആനയടിക്കുത്ത് എന്നും പറയും. അപ്പോൾ ഞങ്ങളിന്ന് പോയ സമയത്ത് അവിടെ റോഡിൽ റോഡിൻ്റെ കുന്നിൻ്റെ മുകളിലത്തെ കല്ലുകളൊക്കെ ഇടിഞ്ഞ് കിടക്കണ കാരണം ഞങ്ങൾക്ക് നേരിട്ട് റോഡിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ ആളുകളുടെ പറമ്പിലൂടെ ആ റോട്ടിലേക്ക് എത്തേണ്ടി വന്നു കേട്ടോ. ഷോർട്ട് കട്ട് അടിച്ചിട്ട് റോഡിലേക്ക് എത്തേണ്ടി വന്നു. നമുക്ക് ഏകദേശം ഒരു 1.5-3 കിലോമീറ്ററോളം ആനയടിക്കുത്തിലേക്ക് നടക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റും വണ്ടി നിർത്തും. പക്ഷെ നമ്മൾ കുറച്ച് വലിയ വണ്ടികളാണെങ്കിൽ ഞങ്ങൾ നിർത്തിയ സ്ഥലത്ത് നിർത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു 26 സീറ്റിൽ ട്രാവലറായിരുന്നു. നമ്മളൊരു കാറോ കാര്യങ്ങളോ പോണ ആൾക്കാർ ആനയടിക്കുത്ത് എന്ന് പറയുന്ന അവിടുന്ന് ആ സെൻറ്ററിൽ നിന്ന് സെൻറ്റർ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് തിരിഞ്ഞ് പോവാം. അതല്ലെങ്കിൽ വലിയ വണ്ടികളാണെങ്കിൽ സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് തിരിയണ വഴിയിലാണ് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അകലെയാണ് ആനയടിക്കുത്ത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പ്രശസ്തമായിട്ടുള്ള ഒരു തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഇക്കോ ടൂറിസം പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ് ആനയടിക്കുത്തുള്ളത്. വഴിയിൽ സൈൻ ബോർഡുകളും കാര്യങ്ങളും ഒന്നുമില്ല. അവിടെ അവിടുത്തെ ആളുകളോട് ചോദിച്ചിട്ട് വേണം ആനയടിക്കുത്തിലേക്ക് പോകാൻ. ഈ ആനയടിക്കുത്തിലേക്ക് ഏകദേശം ഒരു 35 സീറ്റ് ബസ് വരെ മാക്സിമം പോകാൻ പറ്റും കേട്ടോ. അവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ തൊമ്മൻകുത്തിലേക്കും ഒരു 35 സീറ്റ് ബസ് വരെ മാക്സിമം പോകാൻ പറ്റുള്ളൂ. വലിയ ബസ്സുകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ തിരിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാവും. നമ്മളപ്പോൾ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 10-300 മീറ്ററോളം കുറച്ച് കുത്തൻകുത്തായ കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. വയസ്സായവർ ഉണ്ടെങ്കിൽ ഒപ്പം ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർ ഒന്ന് കൈ പിടിച്ച് സഹായിക്കുക. വേറെ ഒന്നുമല്ല, ഇന്ന് ഞാൻ കൈ കൊടുത്താൽ നാളെ നമുക്ക് വേറൊരാൾ കൈ തരാനുണ്ടാവും. അത് പ്രകൃതിയുടെ ഒരു ഇതാണല്ലോ. അപ്പോൾ അത് ചിന്തിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു വയസ്സായവരുണ്ടെങ്കിൽ ഒന്ന് കൈ കൊടുത്ത് യാത്ര ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. പോരാത്തതിന് ഒറ്റ സ്ട്രെച്ചിന് വയസ്സായവർ കയറാതെ ഒന്ന് പതുക്കെ ഒന്ന് കുറച്ച് അവനവൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഒന്ന് ലാൻഡിങ് പോയിന്റിൽ നിന്ന് കുറച്ച് അങ്ങനെ കയറി പോന്നു കഴിഞ്ഞാൽ വളരെ നന്നായി. എന്തായാലും നമ്മളിപ്പോൾ മുകളിൽ ആനയടിക്കുത്തിൻ്റെ താഴത്തെ വെള്ളച്ചാട്ടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇതാണ് ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം. ആനയടിക്കുത്തി വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കേരളത്തിൽ ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ തൃശ്ശൂർ എന്ന ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം, കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം തൃശ്ശൂരാണുള്ളത്. പക്ഷേ നമുക്ക് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ പോയിട്ടൊന്നും കുളിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വെള്ളച്ചാട്ടത്തിൽ കുളിക്കുക എന്ന് പറയുന്നത് നടപടി വേണ്ട കാര്യമില്ല. അപ്പോൾ എന്താ പറയുക, നമുക്ക് മനോഹരമായിട്ട് ആസ്വദിച്ച് കുളിച്ച് ഉല്ലസിച്ച് വരാൻ പറ്റിയ ഒരു ഏരിയയാണ് തൊടുപുഴയിലെ ഈ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം. നിരവധി ഫാമിലികളും കുട്ടികളും എല്ലാവരും വരുന്നുണ്ട്. കുട്ടികളായാലും ധൈര്യമായിട്ട് ഇറക്കി വിടാട്ടോ. അധികം ആഴമുള്ള വെള്ളം ഒന്നും ഇവിടെ ഇല്ല. ധൈര്യമായിട്ട് കുട്ടികൾക്ക് ഇറക്കി വിടാം. അങ്ങനെ കുഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മളെല്ലായിടത്തും ആദ്യം നമുക്ക് നോട്ടെത്തുന്ന സ്ഥലം മാത്രം തന്നെയാണല്ലോ. നമ്മളെല്ലായിടത്തും ഏകദേശം നടന്ന് നോക്കിയതാണ്. വലിയ കുഴികളൊന്നും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ താഴത്ത് ഇല്ല. മനോഹരമായ വെള്ളച്ചാട്ടമാണ്. വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ കയറാനേ തോന്നില്ല. ആ ഒരു അവസ്ഥയാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിന്. അതും നല്ല ഭംഗിയുണ്ട്. നല്ല അത്യാവശ്യം വിഡ്ത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മൊട്ടക്കുന്ന്, കരിങ്കലിൻ്റെ കുന്ന്, ചെകുത്തായ കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അതിൻ്റെ അടിയിൽ ഉള്ള വ്യൂ ആണ്. ചുറ്റും വീടുകളൊക്കെ വളരെ കുറവാണ്, കാടുകളാണ്. പിന്നെ വെള്ളച്ചാട്ടം
ഇതിലേക്ക് പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ ലേഡീസിന് ഡ്രസ്സ് മാറാനുള്ള ഏരിയ അവിടെയുണ്ട്. ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനുള്ള ഏരിയ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബാഗ് സൂക്ഷിക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കുളിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ആനയടിക്കുത്ത്. ഒരുപാട് ആളുകൾ ഫാമിലീസിന് ധൈര്യമായിട്ട് പോകാൻ ഞാൻ സജക്റ്റ് ചെയ്യണു. ധൈര്യമായിട്ട് പോകാട്ടോ. ഒരുപാട് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമൊന്നുമല്ല ഇത്. അറിഞ്ഞ് ടൂർ ഓപ്പറേറ്റർമാരും കാര്യങ്ങളൊന്നും അധികം കൊണ്ടുപോകാത്തൊരു സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ പോയിട്ടുള്ളത്. ഇപ്പോൾ നന്ദന ഹോളിഡേയ്സിൻ്റെ ഒപ്പമാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞ് പോകേണ്ട ഒരു സ്ഥലമാണ്. നമുക്ക് നമ്മുടെ കാർ എടുത്തിട്ടൊക്കെ യഥേഷ്ടം പോകാം. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പം നേരത്തെ കണ്ട വെള്ളച്ചാട്ടമല്ല, ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് വ്യൂവിലേക്കാണ് കേട്ടോ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ മുകൾ ഭാഗം. ഈ മുകൾ ഭാഗത്ത് ചെറിയ ചെറിയ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ഡേഞ്ചറാണ്. കാരണം ചില കുഴികളിൽ നല്ല ആഴമുള്ള കുഴികളാണ്, നിലയുണ്ടാവില്ല. അപ്പോൾ നീന്തൽ അറിയാത്ത ആളുകൾ ദയവ് ചെയ്തിട്ട് ഈ മുകളിലത്തുള്ള സ്ഥലങ്ങളിലെ കുഴികളിലും കാര്യങ്ങളിലൊന്നും ഇറങ്ങരുത്. ഇത് നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഏരിയ ആണ് കേട്ടോ. ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ഏരിയ ആണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് പോകാനുള്ള പാലങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ട് മുകളിലുള്ള വ്യൂ ഉള്ള ഏരിയ കഴിഞ്ഞ് നമ്മൾ ആ പാലും കവർ ചെയ്ത് കുറച്ചുകൂടി മുമ്പിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എന്താ പറയുക അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് അരുവി പോലെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വന്ന് ഈ വെള്ളമാണ് നമ്മൾ അവിടെ കുളിച്ചിരുന്ന വെള്ളം. വെള്ളത്തിൻ്റെ തെളിവായ്മ കണ്ട തെളിവായ്മയല്ല തെളിവ്, എന്താ പറയുക അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ആനയടിക്കുത്തിൽ നമ്മൾ കുളിച്ച വെള്ളം കേട്ടോ. അപ്പോൾ അത് കാട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ കാടിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ താമസങ്ങളുണ്ട്. അതല്ലാതെ കണ്ട ഒരു പാലും കാര്യങ്ങളൊക്കെ. ഇത് ഒക്കെ കുറേയൊക്കെ പ്രൈവറ്റ് വ്യക്തികളുടെ പ്രോപ്പർട്ടീസാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റും ഉള്ളത് കുറേയൊക്കെ പ്രൈവറ്റ് വ്യക്തികളുടെ പ്രോപ്പർട്ടീസാണ് കിടക്കുന്നത്. ഇവിടെ അങ്ങനെ ഹോം സ്റ്റേയോ കാര്യങ്ങളൊന്നും നമ്മൾ വലിയ കാര്യത്തിൽ കണ്ടില്ല. താഴത്ത് ചെറിയ ചെറിയ കടകളുണ്ട്. കയറി വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുടിക്കാനും ഇടയ്ക്ക് കപ്പ ബോട്ടി അങ്ങനത്തെ സാധനങ്ങൾ ബീഫ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചായ കാപ്പിയൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് ഒരു ദിവസം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ആനയടിക്കുത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കേട്ടോ. അത് നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അവർ വെള്ളച്ചാട്ടത്തിൽ അതിമനോഹരമായി കിടന്ന് കുളിക്കണത് നിങ്ങൾ കണ്ടോളെ. ഇനിയിപ്പോൾ നമുക്ക് ശരി, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.